ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഓഫീസിലെ ഇവരും എല്ലാവരും ഇൻട്രോ ആ മൈക്ക് പറ ഒന്നും കളയൂല പറ. ടീം ലീഡർ ഷെറിൻ. അതൊന്നും ഇവിടെ പറയാം. ഇതൊക്കെ സ്വയം ഇങ്ങനൊന്നും പറയേണ്ട ഒരാവശ്യമില്ല ഗൈസ്. അങ്ങനൊന്നുമില്ല, ഇവരിതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഷെറിൻ, ഇത് ഡോണ, ഇത് ആഷ്ന. രണ്ടെണ്ണം വരാനുണ്ട്. ഒരു മേഘാണ്ടി എന്ന് പറഞ്ഞൊരു ടീം, പിന്നെ രാജാക്കാണ്ടും. അങ്ങനെ അവരോട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്ളോഗ് ഫുൾഫിൽ ആവും. അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ആക്ച്വലി ഇത് ഫുഡ് കഴിക്കാനായിട്ട് ഈ കടയിൽ വന്നേക്കണേ കണ്ടോ. ആക്ച്വലി നല്ല കടയാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വ്ളോഗിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഓഫീസിൽ പോകുന്നു. ഓഫീസിലെ വിഷയം നമുക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് പ്രൈവസി തിങ്ങൊക്കെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജിമ്മിൽ പോകുന്നു. നമ്മുടെ മെയിൻ ക്യാരക്ടർ മധുവിനെ കൂട്ടി നമ്മൾ കുറച്ച് കണ്ടൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്പം ബാക്കിയാണ്. അതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ രാജാ കണ്ടു മേഘാണ്ടി ഹെൽമെറ്റൊക്കെ വെച്ച് വന്നോണ്ടില്ലേ രാജാക്കട. ഇതാണ് മേഘാണ്ടി. മേഘാണ്ടി ഒരു ഹായ് പറ. ആ രാജാക്കട കമോൺ. ഇൻട്രോവേർട്ട് രാജാക്കട. ഇവനാ രാജ. ഇങ്ങോട്ട് നോക്ക്. എന്താ എനിക്ക് പറയാനുള്ള ഈ ഒക്കേഷനിലൊക്കെ എന്താ പറയാനുള്ള? എന്താടി പറ. മാപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്ട് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ആള് ഇവിടെ ഞങ്ങളുടെ ഫുഡ് വന്നു. നെയ്ച്ചോറും കണ്ടോ, നെയ്ച്ചോറും എന്താണ് നമ്മൾ പറഞ്ഞത്? നെയ്ച്ചോറും ബീഫും. രാജ രാജ നീ ഡയറ്റ് അല്ലടാ? ഡയറ്റ് അല്ലേ? ഡയറ്റ് അല്ലേ നീ? ആഷ്ന ഇത് ഷുഗർ ഡയറ്റ് ഉള്ള കുട്ടിയാ. ഷുഗർ മാത്രമേ കഴിക്കൂ. അത് മേഘ എന്ത് കഴിച്ചാലും ശരീരത്ത് പിടിക്കാത്ത കുട്ടി. അതെ. കമോൺ ഗൈസ്. ഇത് ഷെറിൻ ചേച്ചി. ചേച്ചിയും ഡയറ്റാന്ന് പറയണേ, പക്ഷെ ഇപ്പൊ നോക്കിക്കോ എന്തോ എടുക്കുന്നു. കുറച്ചും കൂടി മതി എന്നല്ലേ? കുറച്ചും കൂടെ മതി. ചേച്ചി എന്താ വെച്ചിട്ട് താജ്മഹൽ ഉണ്ടാക്കല വെച്ചിട്ട്. ഇത് ഡോണ, കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധി ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾ. എന്താ വീണ്ടും എന്തത്? ഞാൻ എത്ര എടുത്തോളൂ ഗൈസ്. ഞാൻ ഇന്ന് എന്റെ എന്താ പറയാ ഡയറ്റ് ബ്രേക്ക് ഡേ ആണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് എന്തുവാ അല്ലേ? യാ, അപ്പൊ നമുക്ക് ഇനി കഴിച്ചു തുടങ്ങാം. ചേച്ചി കഴിക്കില്ല മൈക്ക. രാജ നീ അവിടെ പിൻ ചെയ്തോ? എനിക്ക് വേണ്ട. ബീഫ് വന്നാ? അയ്യോ എന്റെ ബീഫ് ഇവിടെ വന്നു. ഇതാ എടുക്കുന്നത് എന്റെ ബീഫ്. ബീഫ് നെയ്ച്ചോറ് സെറ്റ് കോമ്പോ. എങ്ങനെയുണ്ട് ഫുഡ് അശ്രമ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും പറയാനില്ല, അതൊന്നും പറയണ്ട. ഇത് അപ്കമിങ് ബ്ലോഗർ കടയാടി ഷെറിൻ. ഇത് ഇവനൊരു പുതിയ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അല്ലേ? എന്താ നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ട്രാവൽ ചെയ്തോണ്ട് ബൈക്കൊക്കെ ഓടിച്ചോണ്ട്. അതിന്റെ പേരെന്താ? ഒന്ന് കഴിച്ചു നോക്കാം കഴിച്ചു. എന്താ എന്റെ മോനെ കിടിലം. എങ്ങനെയുണ്ട്? നല്ലല്ലേ? നല്ല ബിരിയാണിയാ. ബിരിയാണിയാണോ നീ കഴിക്കണ? നെയ്ച്ചോറാ. ഫുഡൊക്കെ പറഞ്ഞ ഫുഡ് നല്ല ഫുഡ്. ഫുഡ് നല്ല ഫുഡ്. ഇത് ഞാൻ പാസ് ചെയ്യുന്നു ചേർന്നേ. ഇതാരാ നമ്മുടെ ലീഡെന്നൊക്കെ പറയപ്പെടുന്നു. നൈസ് ഫുഡായിരുന്നേ. നല്ല ബിരിയാണി. ബിരിയാണിയാ?
സോറി നെയ്ച്ചോറ്. ഇവൻ പറഞ്ഞ പോലെ ഓർത്ത് പറഞ്ഞു ഇതാ. നല്ല നെയ്ച്ചോറ്, നല്ല ബീഫായിരുന്നു. നല്ലതാ ഫുഡ്, മൊത്തത്തിൽ നല്ല സാലഡ്. എനിക്ക് നല്ല ഇഷ്ടമായി സാലഡ്. മേഘാണ്ടി കഴിച്ചു തീർന്നു നീ? സോറി, ഞാൻ സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ലിറ്ററലി ഗുഡ് ഫുഡ്. ചേച്ചി ഇത് എടുക്കുന്നില്ല? എടുക്കുന്നുണ്ട്. അശ്വമോൾ പറ. അടിപൊളി ഫുഡ്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ ഇഷ്ടമില്ല. സൂപ്പറാണ്, നല്ല ബീഫ്, സൂപ്പറാണ് ടേസ്റ്റ്. സോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ അതേ ഇന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ലൈം പറഞ്ഞിട്ടുണ്ട്. ഇവറ്റകളൊക്കെ നമ്മളെ സോഡ ലൈമും ഞാൻ ഒരു മിന്റ് ലൈമും പറഞ്ഞിട്ടുണ്ട്. അല്ല ആഷ്മോൾ എന്താ പറഞ്ഞ? ഹായ് പറയാനല്ല പറഞ്ഞത്. ഫൈനലി ഞങ്ങളുടെ സോഡ ലൈമൊക്കെ വന്നു. സോ ഗൈസ് അങ്ങനെ ഞാൻ ഇപ്പൊ ജിമ്മെത്തി പ്രോട്ടീൻ ഷേക്ക് ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ താരത്തെ കാണുന്നത്. അത് എന്തെന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണ്ടോ നീ ഇന്ന്? ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോവാ. എന്താണ്? എനിക്ക് എക്സാം ആണ്. എന്തിന്റെ എക്സാം? MBA എക്സാമോ? അപ്പൊ പഠിക്കണം. ഞാൻ നേരത്തെ വന്നു, എല്ലാം ചെയ്ത് തീർത്ത് ഞാൻ പോവാ. അപ്പൊ ഇന്ന് നീ എന്താ ചെയ്തേ? ഇന്ന് ബാക്കിന്റെ വർക്കൗട്ടാ ചെയ്ത. എടി ഇന്ന് എനിക്ക് പണി കിട്ടി. എന്റെ കഴുത്തോട്ട്. കൺഗ്രാറ്റുലേഷൻസ്. എടി നീ എന്ത് സീനാടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്റെ കഴുത്തോട്ട് നിനക്കൊന്നുമില്ല? എനിക്ക് ഞാൻ എന്ത് പറയാനാ, കഴുത്തട്ട പേര് അയ്യോ എന്ന് പറഞ്ഞാൽ കരയാൻ പറ്റുമോ? അത് മാറ്റാൻ നോക്കാം, ഒരു ട്രെയിനേഴ്സിനോട് ചോദിക്കാം, അമ്മേനോട് കഴിഞ്ഞേരം. അതിനേക്കാളും വലിയ പ്രശ്നം വെച്ച് ഞാൻ നടക്കണം. എന്നിട്ടാണ് അതെന്തായി? അതൊന്നും ആയില്ല. അതിന് സൺഡേ ഇത് പിസ്താ ഷേക്ക് ആട്ടോ. ഇത് പിസ്താ ഷേക്ക് ആട്ടോ. അതിന് വേണം പിസ്താ ഷേക്ക്. എല്ലാ ദിവസവും നന്നായിട്ട് കഴുകിയേ കൊണ്ടുവന്നാ. നീ എന്താ അങ്ങനെ ഒരു ടോക്ക്? നീ കുടിച്ചു നോക്ക് ഇത്തിരി. വേണ്ട വേണ്ട, നീ കുടിച്ചു. പിസ്തയാണത്. എനിക്ക് മറ്റേ കേസർ ബദാം ഒരു ടേസ്റ്റ്. ബദാം ഇങ്ങനെ സഞ്ജു പ്രോട്ടീൻ പൗഡർ എല്ലാം കുടിച്ച് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇന്നാണ് എനിക്ക് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാൻ. അതെ, ഞാൻ ഓൾറെഡി ഒറ്റയ്ക്ക് സുഖമായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് മനസമാധാനത്തോടെ ട്രെയിനർ തന്നെ എല്ലാം ചെയ്യിപ്പിച്ച് കറക്റ്റ് ടൈമില് ബ്രേക്ക് കൊടുത്ത് ചെയ്ത്. സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്ത് ഇതായിട്ടാണ് ഞാൻ വേഗം തീർത്തത്. അല്ലേ സഞ്ജു? അപ്പൊ നിനക്ക് എന്നെ വേണ്ട വർക്കൗട്ട് ചെയ്യാൻ? നീ ഇപ്പൊ പറ. നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഇനി വേണം സമാധാനത്തോടെ ചെയ്യാന്ന്. അത്രേ ഉള്ളൂ. ഞാൻ പോട്ടെ, ലേറ്റ് ആയി. അപ്പൊ എന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണവര് നീ ഇല്ല. അത് പ്ലീസ് മാധു. അശേ ഞാൻ പോട്ടെ, നീ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒഫീഷ്യലി സഞ്ജുവിനെ ഇത് ഹാൻഡ് ഓവർ. എനിക്കറിയാം ഞാൻ എടുത്താലേ ശരിയാവുള്ളൂ. പിന്നെ ലെറ്റ് കുട്ടികൾ വളരട്ടെ. അപ്പൊ അത്രയുള്ളൂ. ബൈ. അങ്ങനെ മാധു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ചെസ്റ്റിനുള്ള വർക്കൗട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മസിൽസൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് അധികം ചെയ്തില്ല. ജസ്റ്റ് ഒരു 2-3 വർക്കൗട്ട്സ് ചെയ്തിട്ട് ഞാൻ നിർത്തി. പിന്നെ ട്രെഡ്മില്ലോടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞു, വീട്ടിൽ വന്നു, ക്രിയാറ്റിനെ കുടിച്ചു. അത്യാവശ്യം നല്ല പണിയെടുത്തിട്ട് തന്നെ വന്നേക്കണേ. ചെസ്റ്റിനുള്ള വർക്കൗട്ടായിരുന്നു. ഒരു 20-25 മിനിറ്റോളം നമ്മൾ ട്രെഡ്മില്ലും ചെയ്ത് നല്ല ക്ഷീണമുണ്ട്. അയ്യോ. പിന്നെ ഓഫ് കോഴ്സ് ഇത് ഇൻട്രോ വീഡിയോയിൽ ഇന്ന് മാധുമില്ല, എക്സിറ്റ് വീഡിയോയിൽ ഇന്ന് മാധുമില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാര്യം അവൾക്ക് മെയിൻലി എക്സാമാണ് MBAയുടെ. അപ്പം ആൾ നേരത്തെ ജിമ്മിൽ വന്നു പോയി. ഞാൻ കണ്ടിരുന്നു, പിന്നെ വന്നിട്ട് അങ്ങോട്ട് പോയി. എനിവേ അപ്പോൾ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ഡേ, നല്ല ഡേ ആയിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.